നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തനിക്ക് ദീർഘായുസ് ഇനി ആരെങ്കിലും ആശംസിക്കുകയാണെങ്കിൽ അത് വേണ്ട. ഇത് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, AK ആന്റണി തന്നെയാണ്. ജീവിതം മുന്നോട്ട് പോകുന്തോറും രോഗപീഠകൾ കൂടിക്കൊണ്ടേ വരികയാണ്. ദീർഘായുസിൽ ആവേശം കൊള്ളുന്ന ആളല്ല താൻ. കിടന്നു പോകാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ മരിക്കണമെന്നാണ് ആഗ്രഹമെന്നും അദ്ദേഹം പറയുകയാണ്. വീണ്ടും അധികാരം കിട്ടിയാൽ BJP ഭരണഘടന പൊളിച്ചെഴുതുമെന്നും ആന്റണി വ്യക്തമായി പറയുന്നു. ഒരു സംഭാഷണത്തിനിടെയാണ് ആന്റണി തന്റെ ഇനിയുള്ള ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. തനിക്ക് ദീർഘായുസ് ആരും ദയവ് ചെയ്ത് നേരരുതേ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. കിടന്നു വയ്യ അല്ലെങ്കിൽ രോഗശയ്യയിലാകാനുള്ള ഭയമുണ്ട്, നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ കൂടിയിട്ടാണെന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വ്യക്തമായ രാഷ്ട്രീയം അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴിതാ BJP ജയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില ഭവിഷ്യത്ത് എന്തൊക്കെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. വീണ്ടും അധികാരം കിട്ടിയാൽ BJP ഭരണഘടന പൊളിച്ചെഴുതുമെന്നും ആന്റണി പറയുകയാണ്. അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടന മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. BJPക്കുള്ള പിന്തുണ കുറയുകയാണ്. അതിന്റെ സൂചനകൾ നരേന്ദ്രമോദിയുടെ ശരീരഭാഷയിൽ നിന്ന് മനസ്സിലാക്കാമെന്നും അദ്ദേഹം പറയുകയാണ്. ഇന്ത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയുമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അത് വ്യക്തമാകും. നിരാശ ബാധിച്ചിട്ടുണ്ട്. മൂന്നാമതൊരിക്കൽ കൂടി BJPയുടെ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ ഇന്ത്യ അതോടെ അസ്തമിക്കും. ഇന്നത്തെ ഇന്ത്യയുടെ മരണമണിയാകും അത്. ഇന്ത്യയല്ലാതെയായി മാറുമെന്നും AK ആന്റണി പറയുകയാണ്. വീണ്ടും അധികാരം കിട്ടിയാൽ BJP ഇന്ത്യൻ ഭരണഘടന പൊളിച്ചെഴുതുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പറയുമ്പോൾ അതിൽ പല കഴമ്പുകളില്ലേ എന്ന് പലരും ചർച്ച ചെയ്യുകയുമാണ്. എന്തായാലും ഇന്ത്യ മുന്നണിക്ക് സാധ്യതയുള്ള കാലമാണിതെന്നും BJPക്കുള്ള പിന്തുണ കുറഞ്ഞു വരികയാണെന്നും അതിന്റെ സൂചനകൾ നരേന്ദ്രമോദിയുടെ ശരീരഭാഷയിൽ തന്നെ ഉണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ പ്രധാനമന്ത്രിയെ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. നിരാശ ബാധിച്ചിട്ടുണ്ട്, ശരീരഭാഷയിൽ നിന്ന് വ്യക്തമാണ്. മൂന്നാമതൊരിക്കൽ കൂടി RSS പിന്നിൽ നിന്ന് ചരട് വലിക്കുന്ന ഒരു BJP സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ ഇന്ത്യ അതോടെ അസ്തമിക്കും. അത് ഇന്നത്തെ ഇന്ത്യയുടെ മരണമണിയാകും അത് ഉണ്ടാകുക. ഇപ്പോൾ തന്നെ ഭരണഘടന മാറ്റാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. കോൺഗ്രസ് മേൽനോട്ടത്തിൽ ഡോക്ടർ BR അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങൾ അവർ പൊളിച്ചെഴുതും. അതോടുകൂടി ഇന്ത്യയല്ലാതെ മാറുമെന്നും AK ആന്റണി പറയുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ മകനെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം ഒരു വാക്യം പറഞ്ഞിരുന്നു. അനിൽ ആന്റണി തീർച്ചയായും പത്തനംതിട്ടയിൽ തോൽക്കുക തന്നെ വേണം എന്നായിരുന്നു. എന്നാൽ അതിനെതിരെ അനിൽ ആന്റണി രംഗത്തെത്തിയിരുന്നു. അദ്ദേഹത്തിനോട് സഹതാപം മാത്രം എന്നായിരുന്നു അനിൽ ആന്റണി പ്രതികരിച്ചത്. മാത്രമല്ല പാകിസ്ഥാനെ അടക്കം പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം അച്ഛന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന അതിരൂക്ഷമായി തന്നെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു ഘട്ടമാണ് വരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചകൾ, രാഷ്ട്രീയ എതിരാളികൾ വാഗ്വാദങ്ങൾ നടക്കുമ്പോൾ വ്യക്തമായ രാഷ്ട്രീയ ചായ്വുകളും വ്യക്തമായ കാര്യങ്ങളും പറഞ്ഞു വെക്കുകയാണ് ഇവിടെ AK ആന്റണി.